നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത് എരവികുളം നാഷണൽ പാർക്കിലാണ്. നല്ല തിരക്കുണ്ട്, കാരണം സീസൺ ടൈമാണ്. സോ നല്ല തിരക്ക് കാര്യങ്ങളാണ്. സോ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുള്ളതാണ്, ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാണ് ഉള്ളത്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം, എന്താണ് അതിനുള്ളിൽ കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എൻട്രി ഇതുവഴിയാ. നമ്മള് ഉള്ളിലേക്ക് പോവാണ്. നല്ല തിരക്കാണ്. ഇതുപോലെ ബസ്സിനാണ് ഇവിടുന്ന് പോകുന്നത്. നല്ല തിരക്കാണ്. ഇനി ഈ ട്രിപ്പിൽ നടക്കില്ല, അടുത്ത ട്രിപ്പിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. ബാക്കിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ബസ്സിനാണ് അവർ നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവിടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളങ്ങനെ കയറി, ബാക്കിയെല്ലാം നമ്മൾ അവിടെ എത്തിയിട്ട് കേട്ടോ. വാവ്, സൂപ്പർ വ്യൂ ആണ്, ഒന്നും പറയാനില്ല. ഇപ്പോഴും പോയിട്ടില്ല. സമയം ഇത്രയും ആയിട്ടും മിസ്റ്റൊന്നും ഇതുവരെ പോയിട്ടില്ല. നല്ല തണുപ്പാണ്, നല്ല ഫീലിംഗ്. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, ഒന്നും പറയാനില്ല. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. Maybe missed it. ഇത്രയും ടൈമായിട്ടും മിസ്റ്റ് ഒന്നും പോയിട്ടില്ല. എന്താ ബ്യൂട്ടിഫുൾ. നല്ല തണുപ്പും ഹരിതാപം പച്ചപ്പ് നിറഞ്ഞ സ്ഥലം.
ഇതാണ് രാജമലയിലെ ചെക്ക് പോസ്റ്റ്. ഓക്കെ, ഇതൊരു ട്രിപ്പ് അവർ പോയി വരുന്നതാണ്. അരുവിക്കുളം നാഷണൽ പാർക്ക് കണ്ടിട്ട്. എൻ്റെ മുകളിൽ എന്താവും നല്ല മിസ്റ്റ്. ഇത്രയും ടൈമായിട്ടും പോയിട്ടില്ല. ഭാഗത്തു നിന്നാണ് ഇപ്പൊ ഇത്രയും ടോപ്പിലെത്തിയത്. നല്ല മിസ്റ്റാണ്. സൂപ്പർ വ്യൂ ആണ്, ഒരു രക്ഷയുമില്ല, പറയാണ്ടിരിക്കാനേ വയ്യ. പിന്നെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടുന്ന് നടന്ന് നമ്മൾ കയറണം. ഓക്കെ, ഫസ്റ്റ് കയറാൻ പോകുന്ന സ്റ്റോറി ഓഫ് ദ പാർക്കിലാണ്. ഓപ്പൺ ചെയ്തിരിക്കുന്നത് ശ്രീ സുരേന്ദ്രനാഥൻ ആശാരിയാണ്. നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവാണ് നീലക്കുറിഞ്ഞി. നമുക്ക് മേലെ പോയിട്ട് വരാം. ബാക്കി വരുമ്പോൾ നമ്മളങ്ങനെ നാഷണൽ പാർക്കിൽ നമ്മളിങ്ങനെ പോവാണ്. കുറേ നടന്ന് കയറാനുണ്ട്, എന്നാലും നമ്മളങ്ങനെ പാർക്കിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. എന്താ താഴെ മിസ്റ്റ് കാണുന്നില്ലേ? താഴെ ഒന്നും കാണാനില്ല. എന്താ ഗൈസ്, ഒന്നും കാണുന്നില്ല. മിസ്റ്റ് കാരണം ട്രീ ഒന്നും കാണുന്ന പോലെയില്ല. നീലക്കുറിഞ്ഞി ഇതാണ് മലയണ്ണാൻ, പറക്കുയ്യണ്ണ. ഇതാ ഗൈസ്, നമ്മൾ ടോപ്പിലെത്തി. ടോപ്പിലേക്ക് പോകും തോറും കാണുന്നില്ല. അങ്ങനെ മോളിലെല്ലാം മിസ്റ്റും കണ്ടു. ഇനി കുറിഞ്ഞി ഗാർഡൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ നീലക്കുറിഞ്ഞി ഗാർഡനിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, ഇതാണ് ഗാർഡന്റെ എൻട്രൻസ്. ഓക്കെ, നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നീലക്കുറിഞ്ഞിയൊന്നും പൂത്തിട്ടില്ല, കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പൂത്തതുകൊണ്ട് ഇനിയിപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ പൂക്കത്തുള്ളൂ.
അപ്പോൾ എങ്കിലും നമുക്ക് ഒരു പൂവെങ്കിലും എവിടെയെങ്കിലും കാണാവോ എന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ബൈ. നമ്മൾ പറഞ്ഞ ഒറ്റൊരു പൂത്തിരിക്കുന്ന കാണുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് ഗായ്സ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് മണ്ഡപത്തിലിരിക്കുകയായിരുന്നു, വേർത്ത് കുളിച്ച് മണ്ഡപത്തിലിരിക്കുകയായിരുന്നു ഗായ്സ്. ഭയങ്കര ടെൻഷനായിരുന്നു, പ്രത്യേകിച്ച് ബേബിക്ക്. എനിക്ക് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഗായ്സ്, ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മുകളിൽ പോയി എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് തിരിച്ചെത്തി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. മറയൂർ ചന്ദനക്കാടുകളിലേക്കാണ് പോകുന്നത്. അതിനിടയിൽ 2-3 പോയിന്റുകളുണ്ട്. സോ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് അടുത്ത നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്. വണ്ടി കുറച്ച് ക്ഷീണിച്ച് കുറച്ച്, എങ്കിലും കുഴപ്പമില്ല. മറയൂരെത്തി. ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് ശർക്കര വാങ്ങണം എന്നാണ് ആഗ്രഹം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് അവർ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ഡയറക്റ്റായിട്ട്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമേ കൊടുക്കൂ. എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് അവിടുന്ന് വാങ്ങണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. നന്നായിട്ട് കഴിക്കുന്നതാണ് എനിക്ക്. ഇതാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവർ ശർക്കര ആയിട്ട് ശർക്കര പാനി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ചിലേക്ക് ഒഴിക്കുകയാണ്. ഇത് തണുത്തതിന് ശേഷം ഉണ്ടയാക്കി ശർക്കര ഉണ്ടയാക്കിയിട്ട് നാളെ ഇതിപ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ അവർ ഉണ്ട പിടിക്കുള്ളൂ. നാളെ മറ്റന്നാൾ ഈ ശർക്കര നമുക്ക് ഉണ്ടാകും. അഥവാ ഇന്നലെ ഉണ്ടാക്കിയ ശർക്കര നമുക്കിപ്പോൾ വാങ്ങാം. അത് നമ്മൾ മേലെ ഒരു 2 കിലോ വാങ്ങണം വീട്ടിൽ. ശർക്കരയാണ്. അടുത്ത ശർക്കര ഉണ്ടാക്കാനുള്ള പാനി ഇപ്പോൾ അവർ ഒഴിക്കുമല്ലേ? അതെ, ഇപ്പം അവർ കരിപ്പൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് ജ്യൂസാക്കിയിട്ട് കരിമ്പിൻ്റെ ജ്യൂസാക്കിയിട്ട് കരിമ്പിൻ്റെ ജ്യൂസ്.
ആക്കിയതല്ലേ. ഇതിന് നാളെയോ നാളെ കഴിഞ്ഞോ അവർ ഉരുട്ടി എടുക്കും. ഇനി ഇതൊന്നും അവരാക്കാൻ പോകുന്നത്. ഇതെപ്പോഴാണ് ഉരുട്ടുക? നാളെ അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഉരുട്ടും. ഇന്ന് ആക്കിയത് ഇന്ന് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ മൂന്നാർ ഏരിയയിൽ മഴ പെയ്യുന്നത് കൊണ്ട് ശർക്കര വാങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മറയൂർ ശർക്കര 2 പാക്കറ്റ് വാങ്ങി. നമ്മൾ മറയൂരിൽ നിന്ന് ശർക്കരയെല്ലാം വാങ്ങി. ഇനി നമ്മൾ നേരെ മൂന്നാറിലേക്ക് റിട്ടേൺ പോവുകയാണ്. എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും ഫുള്ളായിട്ട് കാണണം. ബേബിയുടെയും ഒരു യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Thanks for watching. Love you all for your support. Veg soup, salad. This is veg kurma and jeera rice. Then and